ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസിൻ്റെ കൗണ്ടിനെ ദാറ്റ് നീഡഡ് ടു ഒബ്റ്റെയിൻ എ സക്സസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന റാൻഡം വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷനായിട്ടാണ് കാണപ്പെടുന്നത്. സോ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എപ്പോഴാണ് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കർ ചെയ്യുന്നത്, അതിൻ്റെ അസംഷൻസ് എന്തൊക്കെയാണ്? ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആക്ച്വലി ബെർണോളിയൻ ട്രയലിൻ്റെ നിന്ന് തന്നെയാണ് ഉണ്ടാവുന്നത്. അതായത് നമുക്ക് രണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവായിട്ടുള്ള ഔട്ട്കംസ് അല്ലെങ്കിൽ നമ്മളുടെ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കംസിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിലൊന്നിനെ നമ്മൾ സക്സസ് എന്നും മറ്റതിനെ നമ്മൾ ഫെയിലുവർ എന്നും വിളിക്കും. എങ്കിൽ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലെ എന്തുണ്ടാവുള്ളൂ, ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷനും എറൈസ് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് ഇഫ് ദ ഗോൾ ഈസ് ഒബ്റ്റൈൻ വൺ സക്സസ്, a random variable x is defined as that count of number of trials needed to obtain that first success. Then x follows a geometric distribution. And second one is each trial should be independent. Each trial should be independent ആയിരിക്കണം. ആൻഡ് ദ പ്രോബിലിറ്റി ഓഫ് സക്സസിനെ പി എന്ന് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ആൻഡ് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും ഫോർ ഈച്ച് ട്രയൽ. ദാറ്റ് ഈസ് ട്രയൽ എത്ര റിപ്പീറ്റ് ചെയ്താലും ശരി പിയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആൻഡ് പ്രോബിലിറ്റി ഓഫ് സക്സസ് പി ആവുമ്പോൾ തന്നെ പ്രോബിലിറ്റി ഓഫ് ഫെയിലുവർ എന്ന് പറയുന്ന 1 - p, ആൻഡ് നമ്മളതിനെ ക്യൂ എന്ന് ഡിനോട്ട് ചെയ്യും. And a random variable x is the number of trials until the first success occurs. That is, നമ്മൾ എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സക്സസ് കിട്ടുന്നത് വരെ എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കോയിൻ എടുത്ത് ടോസ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം നമ്മൾ കോയിൻ ടോസ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ഹെഡ് കിട്ടുന്നത് വരെ ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ട്രയലിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഹെഡ് കിട്ടാം, ചിലപ്പോൾ ഇല്ല രണ്ടാമത്തെ ട്രയലിലായിരിക്കും ഹെഡ് കിട്ടുക. സോ അങ്ങനെ ഒരു റാൻഡം വേരിയബിൾ, ദാറ്റ് ഈസ് നമ്പർ ഓഫ് ട്രയൽസിനെ ടിൽ ദ ഫസ്റ്റ് സക്സസ് എന്ന് ഡിഫൈൻ ചെയ്താൽ അതായിരിക്കും ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത്. ഇനി ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷനും ബൈനോമിയലും തമ്മിൽ എന്താണ് വ്യത്യാസം? ബൈനോമിയലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബൈനോമിയലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെരിമെൻറ്റ് n ടൈംസ്, ദാറ്റ് ഈസ് എ ഫിക്സഡ് നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ്. ബട്ട് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഒരിക്കലും എത്ര നമ്പർ ഓഫ് ട്രയൽസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ദാറ്റ്സ് ദ മെയിൻ ഡിസഡ്വാൻറ്റേജ്. ദാറ്റ് ഈസ് നമുക്ക് പറയാൻ പറ്റുന്നത് ബൈനോമിയൽ ഒരു ഫൈനൈറ്റ് ആകുമ്പോൾ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്താവുന്ന ഇൻഫിനിറ്റ് ടൈംസ് റിപ്പീറ്റ് ചെയ്യും. And what is a geometric distribution? If x has a geometric distribution with p as the probability of success, we define probability of capital X is equal to x 1 - p, that is q raised to x p, where x is equal to 0, 1, 2. ആൻഡ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷന് മറ്റൊരു ഡെഫിനിഷനും കൂടെ പറയാറുണ്ട്. ദാറ്റ് ഈസ് q raised to x - 1 p, where x is 1, 2, 3. That is known as a shifted geometric distribution. So, ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഒരു ഡൈ റോൾ ചെയ്യുകയാണ്. ആൻഡ് വാട്ട് ഈസ് ദ ഗ്രാഫ് ഓഫ് എ PMF ഓഫ് എ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ? ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ ഏകദേശം ഈ രീതിയിലാണ് കാണപ്പെടാറുള്ളത്. ഇനി നമ്മൾ എക്സാമ്പിൾസ് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ലൈഫിൽ കിട്ടും. ദാറ്റ് ഈസ് നിങ്ങൾക്ക് ഇതിൽ ഞാൻ പറഞ്ഞേക്കുന്ന പോലെ ഡൈ റോൾ ചെയ്യാണ്, 3 കിട്ടുന്നവരെ ഡൈ റോൾ ചെയ്യാണ്. അതുപോലെ ഒരു ഗാംബ്ലർ അയാൾ ജയിക്കുന്നത് വരെ റിപ്പീറ്റഡ് ഓഫ് നമ്പർ ഓഫ് ടൈംസ് അയാൾ എന്ത് ചെയ്യാണ്, പ്ലേ ആണ്. അയാൾ വിൻ ചെയ്യുന്നത് വരെ ഹീ പ്ലേസ്. ആൻഡ് വെൻ പ്ലെയർ പിന്നെ ഷൂട്ടർ അയാളുടെ ഷൂട്ടിംഗ് ടാർജറ്റിൽ കറക്റ്റ് ആ ഷൂട്ടിംഗ് ടാർജറ്റിൽ കൊള്ളുന്നത് വരെ ഷൂട്ട് ചെയ്യുന്നു. സോ അങ്ങനെയുള്ള എക്സാമ്പിൾസ് എല്ലാം തന്നെ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്.
ആൻഡ് ദിസ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് പി എം എഫ് എന്ന് പറയുന്നതിന് ഈ ഡിസ്ട്രിബ്യൂഷനെ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാനുള്ള കാരണം ജോമെട്രിക് പ്രോഗ്രഷൻ്റെ ജി പിയുടെ ടേം ആയിട്ടാണ് ശരിക്കും ഇതിൻ്റെ പി എം എഫ് കാണുന്നത്. അതുകൊണ്ടാണ് അതിനെ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കാൻ കാരണം. ആൻഡ് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ബൈനോമിയൽ വെൻ ആർ ഈക്വൽ ടു വണ്ണിൻ്റെ എന്ന് പറയുന്ന സ്പെഷ്യൽ കേസ് ആയിരിക്കും. ആൻഡ് വി ക്യാൻ സേ ദാറ്റ് ജോമെട്രിc distribution is a analogous of continuous exponential distribution. And we have note that ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ സമ്മ് ആക്ച്വലി നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. സോ ലെറ്റ് us derive the mean and variance and basic properties of geometric distribution. First of all, mean എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം μ1 അഥവാ ഫസ്റ്റ് റോ മൊമെൻറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്, ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. പി ഓഫ് എക്സ് നമുക്കറിയാം പി ഇൻറ്റു ക്യൂ റൈസ് ടു എക്സ്. വേയോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, പി കോൺസ്റ്റൻ്റ് ആണ്, നമ്മൾ പുറത്തെടുക്കുന്നു. ആൻഡ് ദ സീക്വൻസസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു ക്യൂവിനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പരിചയമുള്ളൊരു സീരീസ് ആയിട്ട് മാറും. സോ ഞാൻ ആ ക്യൂവിനെ ഒന്ന് മാറ്റിക്കഴിഞ്ഞപ്പോൾ നമുക്ക് 1 + 2q + 3q² എന്നുള്ള ഫോമിൽ കിട്ടി. ദാറ്റ് മീൻസ് അതൊരു 1 - q ദ ഹോൾ റേസ് ടു -2ൻ്റെ എക്സ്പാൻഷനാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് q by p. ദാറ്റ് ഈസ് മീൻ ഓഫ് എ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഈസ് q by p. ഇനി സെക്കൻഡ് റോ മൊമെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ. സോ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസിനെല്ലാം തന്നെ സെക്കൻഡ് റോ മൊമെൻറ്റ് നമുക്ക് അത്ര എളുപ്പം കണ്ടുപിടിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് തന്നെ വി ആർ യൂസിങ് ഫാക്ടോറിയൽ മൊമെൻറ്റ്സ്. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് -1നെയാണ് നമ്മൾ സെക്കൻഡ് ഫാക്ടോറിയൽ മൊമെൻറ്റ് എന്ന് പറയുന്നത്. സോ അതെങ്ങനെ കണ്ടുപിടിക്കാം നോക്കിയേ. ദാറ്റ് ഈസ് അത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് -1 എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് എന്ത് ചെയ്യാം? ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്. ദാറ്റ് ഈസ് ആക്ച്വലി ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ. സോ അതുകൊണ്ട് തന്നെ സെക്കൻഡ് റോ മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം സെക്കൻഡ് ഫാക്ടോറിയൽ മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നു. എക്സ് ഇൻറ്റു എക്സ് -1 മുമ്പലത്തെ കൂട്ട് തന്നെ നമ്മൾ പി എം ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ നോക്കിയപ്പോൾ മുമ്പലത്തെ കൂട്ട് ക്യൂ സ്ക്വയറിനെ പുറത്തെടുത്താൽ നമുക്ക് പരിചയമുള്ള ഒരു ടേമായിട്ട് മാറും. സോ ക്യൂ സ്ക്വയറിനെ പുറത്തെടുത്തു. ആൻഡ് ഒരു 2ൻ്റെ കുറവുണ്ട്. സോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് 1 - x raised to -3. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് വി വിൽ ഗെറ്റ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് -1 ആസ് 2q² by p². ആൻഡ് ആ വാല്യൂ നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് ദെൻ വേരിയൻസ് കണ്ടുപിടിക്കാൻ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ μ2 ആണ്. മൊമെൻറ്റിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് μ2' മൈനസ് μ1' ദ ഹോൾ സ്ക്വയർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. സോ ആ വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് ചെറിയ മാനിപ്പുലേഷൻസ് ചെയ്ത്. ആൻഡ് റിമെമ്പർ ദാറ്റ് p + q is equal to 1. സോ വി വിൽ ഗെറ്റ് q by p². ഇനി മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഡിറൈവ് ചെയ്ത് നോക്കാം. mxt എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് ഇ റൈസ് ടു ടി എക്സ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ടി എക്സ്പെക്ടേഷൻ ഓഫ് ഇ റൈസ് ടു ടി എക്സ് എന്ന് വെച്ചാൽ ഇ റൈസ് ടു ടി സമ്മേഷൻ ഇ റൈസ് ടു ടി എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പി കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുത്തു. ആൻഡ് നമുക്ക് ഇ റൈസ് ടു ടി എക്സിന് ഇ റൈസ് ടു ടി ദ ഹോൾ റൈസ് ടു എക്സ് എന്ന് എഴുതിയാൽ സമ്മേഷൻ 0 to ∞ q ഇ റൈസ് ടു ടി ദ ഹോൾ റൈസ് ടു എക്സ്. ആൻഡ് ആ എക്സ്പാൻഷനും നമുക്ക് പരിചയമുള്ളതാണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് p into 1 - q e raised to t raised to -1, that is p by 1 - q e raised to t. So mxt of a geometric distribution is p by 1 - q e raised to t. ഇനി ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കിട്ടാൻ ഡെറൈവേഷൻ ഇത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ശരിക്കും നമ്മൾ എന്ത് ചെയ്യും? മറ്റേ MGFൽ ടിക്ക് പകരം IT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആൻഡ് പ്രോബബിലിറ്റി ജനറേറ്റിംഗ് ഫംഗ്ഷൻ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും? ഇ റൈസ് ടു ITക്ക് പകരം എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദെൻ നോട്ട് ദാറ്റ് വേരിയൻസ് ഓഫ് എ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഇസ് q by p², അഥവാ എനിക്കതിനെ മീൻ ബൈ പി എന്നറിയാം. ദെയർഫോർ വേരിയൻസ് ഓഫ് എ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഗ്രേറ്റർ ദാൻ മീൻ ആയിരിക്കും. ഇനി വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷനാണ് ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി. എന്താണ് ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി? ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി അഥവാ ഇറ്റ് ഈസ്
also known as memoryless property. Memoryless property, that is പറയുന്നത് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ അതിൻ്റെ പാസ്റ്റ് കണ്ടൻറ്റിനെ ഫോർഗോട്ട് ചെയ്യും വെൻ ഇറ്റ് റീച്ചസ് ടു എ പർട്ടിക്കുലർ ടൈം. ദാറ്റ് ഈസ് നമുക്ക് പറയാം, ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഒരു ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുമെങ്കിൽ എക്സ് എൻ പ്ലസ് എമ്മിനെക്കാട്ടി ഗ്രേറ്റർ ദാൻ, കണ്ടീഷൻ ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ എം ആണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആയിരിക്കും എന്നാണ് നമുക്ക് ഇതിൽ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ പ്രൂഫ് നോക്കാം. സോ നമുക്കറിയാം എന്താണ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് പി ക്യൂ റേസ് ടു എക്സ് ആണ്. സോ പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത് സമ്മേഷൻ എക്സ് എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് മുതൽ ഇൻഫിനിറ്റി വരെ. സോ സം ചെയ്യുമ്പോൾ പി ഓഫ് ക്യൂ റേസ് ടു എൻ പ്ലസ് വൺ എന്ന് വരും. ആൻഡ് ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ എൻ ആണ്. സോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ വരുമ്പോൾ ഇറ്റ് വിൽ ബി ക്യൂ റേസ് ടു എൻ. Then conditional distribution probability of x a given b ആണെങ്കിൽ p of a intersection b by p of a. So ആ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് നോക്കുമ്പോൾ probability of x greater than or equal to m plus n by p of x greater than m എന്ന് കിട്ടും. And that is substitute ചെയ്യുമ്പോൾ q raised to n which is probability of x greater than or equal to n ആയിരിക്കും. And നമ്മളൊരു രണ്ട് ഫെയർ കോയിൻ ടോസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ശരിക്കും ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി 50% ചാൻസേ ഉള്ളൂ. ദാറ്റ് ഈസ് ഇറ്റ് ലാസ്റ്റ് 5 ടൈംസിൽ അത് ഹെഡ് കിട്ടിയോ ടെയിൽ കിട്ടിയോ നോക്കുന്നില്ല എന്നത് എന്ത് ചെയ്യും, മറന്നു പോകും. കാരണം അത് അടുത്ത ടോസിൽ അതിന് ഹെഡോ ടെയിലോ എന്നുള്ളതിന് ഒരിക്കലും അത് പാസ്റ്റ് മെമ്മറിയെ റിമെമ്പർ ചെയ്യാറില്ല. സോ ആ ഒരു കൺസെപ്റ്റാണ് ശരിക്കും മെമ്മറി ലെസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി ദ ലാസ്റ്റ് പ്രോപ്പർട്ടി, ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ കണ്ടീഷണൽ എടുത്താൽ അതൊരു യൂണിഫോം ആയിരിക്കും. ദാറ്റ് ഇസ് x1 ഗിവൺ x1 പ്ലസ് x2 എടുത്താൽ അത് യൂണിഫോം ആയിരിക്കും. പ്രൂഫ് നോക്കാം. സോ ആദ്യം നമുക്ക് x1 പ്ലസ് x2ൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. സോ പ്രോബിലിറ്റി ഓഫ് x1 പ്ലസ് x2 ഈക്വൽ ടു n, ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് ആകുമ്പോൾ നമുക്ക് ഈക്വൽ ടു ഒരു പർട്ടിക്കുലർ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഈക്വൽ ടു n എടുക്കുക. ആൻഡ് വി സേ ദാറ്റ് നമ്മളൊരു k ഇട്ട് k 0 to n വരെ വേരി ചെയ്യിക്കുന്നു. എന്തുകൊണ്ട് n വരെ വേരി ചെയ്യിക്കുന്നു? സം n വരെ പോവുള്ളൂ എങ്കിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ എപ്പോഴും n വരെ പോവുള്ളൂ. സോ ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മളിങ്ങനെ വേരി എഴുതുന്നു. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ സിൻസ് x1 x2 ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഇൻ്റർസെക്ഷനെ പ്രോഡക്റ്റ് ആയിട്ട് ഡെൻസിറ്റി ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് n+1 p² ഇൻറ്റു q n+1. ഇനി കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനിഷൻ, ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണെങ്കിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി. സോ അതനുസരിച്ച് x1 എന്ന് പറയുന്ന ആറും ഇൻ്റർസെക്ഷൻ x1 പ്ലസ് x2 n ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും x2 ഈസ് n മൈനസ് r. സോ ദാറ്റ് ഈസ് അതിൻ്റെ PDF സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ ഇറ്റ് വിൽ ബി 1/n+1.